ആക്ഷന്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്, ഇതിപ്പോ നമ്മളിപ്പോ ആക്ഷന്റെ ഡിസൈൻ വേറെ, ആക്ഷന്റെ സ്റ്റെപ്സ് വേറെ, മൂവ്മെന്റ്സുകൾ എന്ന് പറയാം. നമുക്ക് ആക്ഷൻ ആയതുകൊണ്ട് മൂവ്മെന്റ്സുകൾ എന്ന് പറയാം. ആ മൂവ്മെന്റ്സ് വേറെ. അത് മൂവ്മെന്റ്സ് ഒരിക്കലും നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റില്ല. അത് ആക്ഷൻ ഡയറക്ടർക്ക് മാത്രമേ ഡിസൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ഇതിന് നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മളിത് ഡാൻസുമായി കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ, ഡാൻസിലെ സ്റ്റെപ്സുകൾ പോലെ തന്നെയാണ് ആക്ഷനിലെ മൂവ്മെന്റ്സുകൾ എന്ന് പറയുന്നത്. ഇത് നമുക്ക് പിന്നെ സെറ്റ് ചെയ്യാൻ പറ്റില്ല, ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് അറിയുന്ന ഒരു ആക്ഷൻ ഡയറക്ടർക്കാണ്, അത് ആക്ഷൻ അറിയുന്ന ഒരാൾക്കാണ് അത് സെറ്റ് ചെയ്യാൻ പറ്റുക. സ്വാഭാവികമായും അത് പീറ്റർ ഹെയിൻ ഡിസൈൻ ചെയ്തതാണ്. അത് അങ്ങനെയുള്ള മൂവ്മെന്റ്സുകളെല്ലാം അതിനകത്ത് സംഭവിച്ചിരിക്കുന്ന മുഴുവൻ സിനിമകളിലെ മൂവ്മെന്റ്സുകളും അതിന്റെ വളരെ ബ്രില്യന്റ് ആയിട്ടുള്ള ആക്ഷൻ ഡയറക്ടർ എന്നുള്ള രീതിയിൽ പീറ്റർ ഹെയിൻ ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഓർമ്മ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഞങ്ങള് ഒരു ട്രെയിനിങ് സെക്ഷൻ വെച്ചു. കാരണം ഇതൊരു സ്പെഷ്യലി സ്കിൽഡ് ആക്ഷൻ മൂവി ആയതുകൊണ്ട് പിന്നെ ലാൽ സാറിന് വേണ്ടി ഒരു ട്രെയിനിങ് സെക്ഷൻ വെച്ചു നമ്മൾ. അപ്പൊ അങ്ങനെ നമ്മള് വിയറ്റ്നാമിൽ ഈ ട്രെയിനിങ്ങിന് വേണ്ടി ലാൽ സാറിനെ കൊണ്ടുപോയി. അപ്പൊ അവിടെ ട്രെയിൻഡ് ആയിട്ടുള്ള മാർഷൽ ആർട്സ് ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അവരുടെ സ്റ്റുഡിയോ ഉണ്ട് ട്രെയിനിങ് ചെയ്യിക്കുന്നത്. അവിടെയാണ് ഇദ്ദേഹത്തെ ട്രെയിൻ ചെയ്യാനായിട്ട് നമ്മൾ കൊണ്ടുപോയത്. അപ്പൊ അവിടെ നിന്ന് കൊടുത്ത ആദ്യത്തെ ട്രെയിനിങ് സ്റ്റെപ്പാണ്, ആദ്യത്തെ ട്രെയിനിങ് പിന്നെ മൂവ്മെന്റ് ആയിരുന്നു ഈ ജമ്പ് ചെയ്ത് കഴുത്തിൽ ലോക്ക് ചെയ്ത് കറങ്ങി താഴേക്ക് വന്ന് നിൽക്കുന്ന ആ ഷോട്ട് എന്ന് പറയുന്നത്. അപ്പോ ഈ ഷോട്ട് ട്രെയിൻ ചെയ്യുന്നതിന് മുമ്പ് പീറ്റർ അദ്ദേഹത്തിന്റെ അസോസിയേറ്റ്സ് അവിടെ ഉണ്ട്, അവരാണ് അത് ട്രെയിൻ ചെയ്തിരിക്കുന്ന ആൾക്കാർ, ലൈക്ക് മാർഷൽ ആർട്സ് സ്പെഷ്യലിസ്റ്റുകളാണ്. അപ്പൊ പീറ്റർ ഒരുപാട് നേരം സാറിന് അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ട് പറഞ്ഞു, സാർ ഇത് പേടിക്കണ്ട, നമ്മൾ കുറച്ച് സമയം എടുക്കും, ഇത് ഇങ്ങനെ നമുക്കത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് നോക്കണ്ട, നമ്മൾ കുറച്ച് പതുക്കെ സ്ലോലി നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നൊക്കെ പറഞ്ഞൊരു കോൺഫറൻസ് കൊടുക്കുന്ന ഒരു സ്പീച്ചൊക്കെ നടത്തിയിട്ടാണ് നമ്മൾ ആ സംഭവം ചെയ്തത്. ഞാൻ എക്സാജറേറ്റ് ചെയ്ത് പറയല്ല, യൂഷ്വലി എല്ലാവരും പറയുന്ന പോലെ ഞാൻ അങ്ങനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നതല്ല. എക്സാക്ട്ലി 100% എന്താണ് സംഭവിച്ചതെന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ പറഞ്ഞ വിശ്വസിക്കില്ല. അപ്പൊ അത്രയും പേരവിടെ നോക്കി നിൽക്കുന്ന സമയത്ത് 1, 2, 3 എന്ന് പറഞ്ഞ ആ മൂവ്മെന്റ്സ് മാത്രം, ഇങ്ങനെ ആ സ്റ്റെപ്സ് മാത്രം, ഡാൻസ് പോലെ തന്നെയാണ് അത് ആക്ഷൻ കൊറിയോഗ്രാഫി എന്ന് പറയുന്നത്. 1, 2, 3, 4, 5, 6, 7, 8 എന്ന് പറഞ്ഞിട്ട് ആ മൂവ്മെന്റ്സിന്റെ അങ്ങനെ കാണിച്ചു കൊടുക്കുകയും, ഇപ്പൊ സാറ് നോക്കിയിട്ട് പറഞ്ഞു ഒന്നും കൂടി കാണിക്കുമെന്ന് പറഞ്ഞു, ഒന്നും കൂടി കാണിച്ചു, സ്ലോലി ചെയ്യാൻ പറഞ്ഞു, അത് നിന്ന് സ്ലോലി പറഞ്ഞു തരാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ എവിടെയാണ് നമ്മള് കൈവയ്ക്കുന്നത്, എവിടെ നിന്നാണ് ലെഗ് പുഷ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ ലിഫ്റ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് കറങ്ങുന്നത്, എങ്ങനെ ലാൻഡ് ചെയ്യുന്നത് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. ദെൻ നെക്സ്റ്റ് മൊമെന്റില് ആ ഒരൊറ്റ മൊമെന്റില്, അത് ആ ഒരു സിംഗിൾ മൊമെന്റിൽ സാർ അത് എക്സാക്ട്ലി എന്താണോ അവർ ചെയ്തത് അതേപോലെ ചെയ്തു. വിത്തൗട്ട് എനി റിഹേഴ്സൽ, വിത്തൗട്ട് എനി പ്രിപ്പറേഷൻ, അല്ലെങ്കിൽ എനി സ്റ്റെപ്സ് ഒബ്സർവേഷൻ, പുള്ളി ഒറ്റ തവണയായിട്ട് തന്നെ അത് മുഴുവൻ ചെയ്ത് ലാൻഡ് ചെയ്തതുണ്ട്. അപ്പോൾ ഞങ്ങൾ ഉച്ച വരെ എടുക്കും പഠിക്കാനെന്ന് വിചാരിച്ചൊരു സംഭവത്തെ ആദ്യത്തെ ഒരു മിനിറ്റിൽ തന്നെ ഒരൊറ്റ സിംഗിൾ പരിപാടിയിൽ ചെയ്തു. അപ്പൊ പീറ്റർ ഹെയിൻ പറഞ്ഞു, സാറിന് റിഹേഴ്സലും ട്രെയിനിങ് ഒന്നും ആവശ്യമില്ല, നമുക്കത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ചെയ്യാന്ന് പറഞ്ഞു. ഒരാഴ്ച പ്ലാൻ ചെയ്ത ആ റിഹേഴ്സൽ ക്യാമ്പ് നമ്മളന്ന് വൈൻഡ് അപ്പ് ചെയ്തിട്ട് അതിനുശേഷം വിയറ്റ്നാം കാണാൻ പോയി. ഒരാഴ്ച ടൂറാക്കി മാറ്റി ഒരാഴ്ച എക്സ്കർഷൻ പോയിട്ടാണ് തിരിച്ച് നാട്ടിലേക്ക് വന്നത് ഞങ്ങളെല്ലാവരും. സോ അതാണ് ഞാൻ പറഞ്ഞത്, അത് അങ്ങനെ ചെയ്തൊരു കാര്യത്തെ പിന്നീട് ഡൂപ്പ് ചെയ്തെന്ന് പറഞ്ഞ് എല്ലാവരും പറഞ്ഞിട്ട് എല്ലാവർക്കും ഭയങ്കര വിഷമം തോന്നി. എന്താ പുള്ളി അങ്ങനെ ഭയങ്കര സിമ്പിൾ ആയിട്ട് ചെയ്തിരുന്ന ഒരു കാര്യമായിരുന്നു. അതുകൊണ്ടാണ് അത് സ്റ്റേജിൽ പിന്നീട് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്, ഏഷ്യാനെറ്റിന്റെ ഒരു അവാർഡ് ഫംഗ്ഷനിൽ അത് ക്രിയേറ്റ് ചെയ്തത്. ബിക്കോസ് സാർ അത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തൊരു കാര്യമാണ്. അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്.